Hello friends, ഈ വീഡിയോ സെഷനിൽ എങ്ങനെയാണ് OBS Studio എന്നുള്ള സ്ക്രീൻ റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് OBS Studio യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് go to Google and type OBS Studio. അങ്ങനെ ചെയ്യുമ്പോൾ you will get this link obsproject.com. Click on the link and go to the website. So നമ്മൾ obsproject.com എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. ഹിയർ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചുള്ള വേർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ വിൻഡോസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇഫ് യു യൂസിങ് മാക് ക്ലിക്ക് ഓൺ ദിസ്, ഇഫ് യു യൂസിങ് ലിനക്സ് ക്ലിക്ക് ഓൺ ദിസ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന സിസ്റ്റം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. സോ നമ്മുടെ OBS Studio എന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട് ഇവിടെ. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം യു ഹാവ് ടു ഓപ്പൺ ദിസ് എക്സിക്യൂട്ടബിൾ ഫയൽ. സോ നമ്മുടെ എക്സിക്യൂട്ടബിൾ ഫയൽ ഇതാണ്. ഡബിൾ ക്ലിക്ക് ഓൺ ദിസ്. ക്ലിക്ക് ഓൺ യെസ്. നെക്സ്റ്റ് അമർത്തുക. അഗൈൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. നമുക്ക് ഡിഫോൾട്ട് പാത്തായിട്ട് വരുന്നത് C പ്രോഗ്രാം ഫയൽസ് ആണ്. അതങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്യാം. 243 MB ആണ് സ്പേസ് ആവശ്യമുള്ളത്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. സോ OBS Studio ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലോഞ്ച് OBS Studio എന്ന് വന്നിട്ടുണ്ട്. സോ അത് ടിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ ഫിനിഷ്. OBS Studioൻ്റെ ഡെസ്ക്ടോപ്പ് ഐക്കണും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എടുക്കണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ ദ ഡെസ്ക്ടോപ്പ് ഐക്കൺ OBS Studio. നൗ ആദ്യമായിട്ട് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ലാസ്റ്റ് ഫോർ ഓട്ടോ കോൺഫിഗറേഷൻ. ഇവിടെ ഓട്ടോ കോൺഫിഗറേഷൻ റൺ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് വെക്കണമെന്നാണ് ചോദിക്കുന്നത്. സോ ക്ലിക്ക് ഓൺ യെസ്. ഇവിടെ നമ്മൾ എന്തിനാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹിയർ യു ഹാവ് ടു സേ ഒപ്റ്റിമൈസ് ജസ്റ്റ് ഫോർ റെക്കോർഡിംഗ്, ഐ വിൽ നോട്ട് ബി സ്ട്രീമിംഗ്. കാരണം നമ്മളിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ ക്ലിക്ക് ഓൺ ദിസ് ആൻഡ് ക്ലിക്ക് നെക്സ്റ്റ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന വീഡിയോ റെസൊല്യൂഷനാണ് കാണിച്ചിട്ടുള്ളത്. പ്രിഫറബിൾ ആയിട്ട് എപ്പോഴും 1080p റെസൊല്യൂഷനാണ് വെക്കേണ്ടത്. സോ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ആസ് 1920x1080 ആൻഡ് ഫ്രെയിംസ് പെർ സെക്കൻഡ് 60 or 30. പ്രിഫറബിൾ ആയിട്ടുള്ള സെറ്റിംഗ് 68 ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സോ ഇത് ഡിഫോൾട്ടായിട്ട് വന്നതാണ് എൻ്റെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ വെച്ചിട്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ സെയിം കോൺഫിഗറേഷൻ ഓർ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ വരാം. പക്ഷേ ട്രൈ ടു റീറ്റെയിൻ ദിസ് 1920x1080 റെസൊല്യൂഷൻ. അതേപോലെ തന്നെ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഓപ്ഷൻ ഇത് വെക്കാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. ആൻഡ് ഫൈനലി അപ്ലൈ സെറ്റിംഗ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെറ്റിംഗ് അപ്ലൈ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വി ഹാവ് സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റാർട്ട് സ്ട്രീമിംഗ്, സ്റ്റുഡിയോ മോഡ്, സെറ്റിംഗ്സ് എന്നുള്ള കുറേ ഓപ്ഷൻസ് കാണാം. ആദ്യമായി ചെയ്യേണ്ടത് ക്ലിക്ക് ഓൺ സെറ്റിംഗ്സ്. നമ്മൾ ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കാണാം. സോ ഡിഫോൾട്ടായിട്ട് വരുന്ന പാത്താണ് ഇത്. സോ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഏത് പാത്തിലാണ് വരുന്നതെന്ന് നോക്കുക. അത് മാറ്റണമെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദിസ് യൂസിങ് ബ്രൗസ് ഓപ്ഷൻ. ലെറ്റ് മീ ആഡ് എ ന്യൂ path for this. In desktop, I'll create a new folder and say OBS recordings. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാണ്. സോ എൻ്റെ എല്ലാ OBS റെക്കോർഡിങ്സും ഇവിടെയാണ് സേവ് ആവുക. ക്ലിക്ക് ഓൺ അപ്ലൈ ആൻഡ് ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ ബ്ലാങ്ക് സ്ക്രീൻ അപ്പിയറിംഗ് ഹിയർ. ഇങ്ങനെ ബ്ലാങ്ക് സ്ക്രീനാണ് ഇവിടെ വരുന്നതെങ്കിൽ ദർ ഇസ് സം ഇഷ്യൂ. നമ്മൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവില്ല. ഇറ്റ് വിൽ ത്രോ ആൻ എറർ. സോ ഞാൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത സമയത്ത് യു ക്യാൻ സീ ദാറ്റ് ഒരു എറർ വന്നിട്ടുണ്ട്.
it looks like you haven't added any video source yet. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? You can close this. ഇവിടെ സോഴ്സസ് എന്നുള്ള ഓപ്ഷൻ്റെ താഴെ there is a plus sign. അത് അമർത്തുക. And then ഡിസ്പ്ലേ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. We can keep the default name display capture and click on OK. അങ്ങനെ ചെയ്യുന്ന സമയത്ത് you can see this parallel windows coming. ഇങ്ങനെ വിൻഡോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ക്യാപ്ചർ ശരിയായി. And then you can try to start the recording by clicking on start recording. So in many systems ഇങ്ങനെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ഫെയിൽ ടു ഓപ്പൺ NVENC കോഡെക് എന്നുള്ളൊരു എറർ മെസ്സേജ്. ഇത് നമ്മുടെ വീഡിയോ ഡ്രൈവറിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എററാണ്. അത് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഓൺ OK. അതിനുശേഷം ക്ലിക്ക് ഓൺ സെറ്റിംഗ്സ്. ഇവിടെ ക്ലിക്ക് ഓൺ ഔട്ട്പുട്ട്. ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ താഴെ യു ക്യാൻ സി എൻകോഡർ എന്നുള്ളത് NVENC ആണ്. അത് മാറ്റിയിട്ട് ക്ലിക്ക് ഓൺ സോഫ്റ്റ്വെയർ X264 ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ അപ്ലൈ. ക്ലിക്ക് ഓൺ OK. ഈ എറർ വരികയാണെങ്കിൽ മാത്രമാണ് ഈ ചേഞ്ച് വരുത്തേണ്ടത്, അല്ലെങ്കിൽ വരുത്തേണ്ട ആവശ്യമില്ല. നൗ ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് നൗ ഇഫ് യു ക്ലിക്ക് ഓൺ സ്റ്റോപ്പ് റെക്കോർഡിംഗ് സ്റ്റോപ്പായി. നൗ നമ്മൾ നേരത്തെ കൊടുത്ത ടാർഗറ്റ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ റെക്കോർഡായ ഫയൽ നമുക്ക് കാണാം. സോ ഇതാണ് നമ്മൾ കൊടുത്ത പാത്ത്. ആൻഡ് അവിടെ ഈ ഫയൽ വന്നിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി ഇപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് 6 സെക്കൻഡിൻ്റെ ക്ലിപ്പാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. And now if you click on stop recording, ഡിഫോൾട്ടായിട്ട് OBSൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു നോയ്സി അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നതെങ്കിൽ വി ക്യാൻ ട്വീക്ക് ദ സെറ്റിംഗ്സ് സച്ച് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറക്കാനും നമ്മുടെ വോയിസ് ക്വാളിറ്റി കൂട്ടാനും പറ്റും. സോ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ mic/aux എന്നുള്ള ഈ ബാറ് മൂവ് ചെയ്യുന്നത് കാണാം. സോ ഇതിൻ്റെ താഴെ ഒരു സെറ്റിങ്ങിൻ്റെ ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ഫിൽറ്റേഴ്സ്. നൗ വാട്ട് വി ഷുഡ് ഡു ഈസ് ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ആൻഡ് ഫിൽറ്ററിൻ്റെ ബിഹേവിയറിനനുസരിച്ച് നമ്മുടെ വോയിസിൻ്റെയും റെക്കോർഡിൻ്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. സോ ഫസ്റ്റ് വാട്ട് യു ഷുഡ് ഡു ഈസ് ക്ലിക്ക് ഓൺ ദിസ് പ്ലസ്. ആൻഡ് ആദ്യമായിട്ട് നമ്മൾ നോയ്സ് സപ്രഷൻ എന്നുള്ള ഫിൽറ്റർ ആഡ് ചെയ്യാം. നോയ്സ് സപ്രഷൻ എന്നുള്ള പേരിൽ തന്നെ നമുക്കത് ഇവിടെ വെക്കാം. ക്ലിക്ക് ഓൺ OK. ഇത് നമ്മൾ എത്രത്തോളം നോയ്സ് സപ്രസ് ചെയ്യണം എന്നുള്ള ഒരു പാരാമീറ്ററാണ്. ഇത് നമ്മൾ ഈ സെറ്റിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ 30 dB വരെയുള്ള നോയ്സ് അത് കട്ട് ഓഫ് ചെയ്യും. നമ്മൾ ഒരുപാട് നോയ്സി അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നതെങ്കിൽ -30 dB എന്നുള്ളത് നമുക്ക് വെക്കാം. പക്ഷേ നമ്മൾ കുറച്ച് നോയ്സി അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ -30 എന്നുള്ളത് മാറ്റിയിട്ട് യു ക്യാൻ കീപ്പ് -20 dB. ഇനി ഒരു ആവറേജ് നോയ്സിലാണെങ്കിൽ വി ക്യാൻ കീപ്പ് ഇറ്റ് അറ്റ് -25 ഓർ വളരെ നോയ്സ് കുറവുള്ള അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ വി ക്യാൻ കീപ്പ് ഇറ്റ് അറ്റ് -15 ഓൾസോ. പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് -20 dBയിൽ വെക്കുന്നതാണ് നമ്മുടെ നോർമൽ നോയ്സ് ബ്ലോക്ക് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പുറത്ത് മഴ പെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫാൻ്റെ സൗണ്ടൊക്കെ ഇത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൂടുതൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംസാരിക്കുന്ന വോയിസിൻ്റെ വോളിയം കുറയാൻ ചാൻസ് ഉണ്ട്. സോ ട്രൈ ടു കീപ്പ് ഇറ്റ് ബിറ്റ്വീൻ 15 to 20. അതിൽ വേരിയേഷൻ വരുത്തിയിട്ട് നിങ്ങൾക്ക് നോക്കാം എത്രത്തോളം നോയ്സ് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോയ്സ് സപ്രഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ നോയ്സ് ഗേറ്റ് എന്നുള്ള ഫിൽറ്ററാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ പൊതുവേ വ്യത്യാസം വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നോയ്സ് ഗേറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് ക്യാപ്ചർ ചെയ്യും. നമ്മൾ സംസാരിക്കാത്ത സമയത്ത് മൊത്തമായിട്ട് നമ്മുടെ മൈക്കിൻ്റെ ഫങ്ഷനിങ് നിർത്തിവെക്കും. സോ ഒരു ഗേറ്റ് പോലെയാണത്. ഏത് ത്രഷോൾഡിലാണ് നമ്മൾ റെക്കോർഡിംഗ് എടുക്കേണ്ടത് എന്നുള്ളതും ഏത് ത്രഷോൾഡിലാണ് നമ്മൾ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതും തീരുമാനിക്കുന്നതാണ് നോയ്സ് ഗേറ്റ്. സോ ഡിഫോൾട്ടായിട്ട് വരുന്ന സെറ്റിങ്ങിനെ നമുക്ക് വെക്കാം. സോ നോയ്സ് ഗേറ്റ് ആൻഡ് നോയ്സ് സപ്രഷൻ
ഒരുമിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് സപ്രസ് ചെയ്യും. ഇനി നമ്മൾ വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ആഡ് സംതിങ് നോൺ ആസ് കംപ്രസർ. കംപ്രസറും ഡിഫോൾട്ട് സെറ്റിംഗിൽ തന്നെ വെക്കാവുന്നതാണ്. കംപ്രസറിൻ്റെ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വോളിയത്തിൻ്റെ മുകളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെ കട്ട് ഓഫ് ചെയ്യാനാണ് കംപ്രസർ ഉപയോഗിക്കുന്നത്. അതായത് വളരെ ലൗഡായി സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ കംപ്രസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മാക്സിമം ലെവലിൽ പിടിച്ചു നിർത്താൻ പറ്റും. സോ കംപ്രസർ എന്നുള്ള ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ദെൻ ലാസ്റ്റ്ലി വി ക്യാൻ ആഡ് വൺ മോർ ഫിൽറ്റർ നോൺ ആസ് ഗെയിൻ. ഗെയിൻ ഇവിടെ 0 ഡെസിബിളാണ് ഇരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ബാറ് റെഡിലേക്ക് ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ, ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഗെയിൻ കൂട്ടി വെക്കാം. ഫോർ എക്സാമ്പിൾ 1 dB 2 dB 3 dB കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റും. ചില സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ 0 ഡെസിബിളിൽ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ തന്നെ ആ റേഞ്ചിലേക്ക് എത്തുന്നതായിരിക്കും. സോ അവിടെ നമ്മൾ വേരിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഗെയിൻ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വോളിയം വരുന്നത് കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ ഗെയിൻ വളരെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. നമുക്ക് കാണാം റെഡിലേക്ക് മൊത്തമായിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. സോ എപ്പോഴും ജസ്റ്റ് യെല്ലോ കടന്നിട്ട് റെഡിലേക്ക് കയറുന്ന രീതിയിലാണ് നമ്മൾ ഗെയിൻ വെക്കേണ്ടത്. സോ അധികവും 0 ഡെസിബിളിൽ അത് വളരെ ഒപ്റ്റിമലായിരിക്കും. സോ ഇവിടെ 0 ഡെസിബിൾ വെക്കുമ്പോൾ നമുക്ക് കാണാം ഇത് യെല്ലോയിലാണ് നിൽക്കുന്നത്. സോ ഐ ക്യാൻ മേക്ക് ഇറ്റ് അപ് ടു 1 dB ഓർ 2 dB വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റെഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ മാക്സിമം വോളിയം വരിക. സോ അതിനനുസരിച്ച് നമുക്ക് ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ബട്ട് എൻഷുർ ദാറ്റ് ഈ ഒരു ബോർഡറിൽ ഇത് നിൽക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സസ് കുറയും. നമ്മൾ അധികം സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു ടോപ്പ് ലെവലിൽ കട്ട് ഓഫ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഈക്വൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൽ നമുക്ക് കംപ്രസർ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, കംപ്രസർ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. സോ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഇപ്പോൾ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു ഐക്കൺ കംപ്രസർ എന്ന് എഴുതിയതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ കംപ്രസർ വിൽ ബി ഡിസേബിൾഡ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് നോക്കുക നിങ്ങൾക്ക് ഈ സൗണ്ടാണോ ഇഷ്ടപ്പെടുന്നത്. ആൻഡ് അതിനുശേഷം ഇത് എനേബിൾ ചെയ്യുക എഗെയിൻ ബൈ ക്ലിക്കിംഗ് ഹിയർ. എന്നിട്ട് സംസാരിച്ച് നോക്കുക ഈ സൗണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത്. സോ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിൽ പ്ലേ അറൗണ്ട് ചെയ്യാം. പക്ഷേ നോയ്സ് സപ്രഷൻ ആൻഡ് നോയ്സ് ഗേറ്റ് വളരെ മാൻഡേറ്ററി ആണ് നമ്മുടെ നോയ്സ് കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ. അതേപോലെ തന്നെ നോയ്സ് സപ്രഷൻ 20 dB ആണ് ഐഡിയൽ. നിങ്ങൾ വളരെ നോയ്സി അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ യു ക്യാൻ മൂവ് ഇറ്റ് ടു 30 ഡെസിബിൾ. അതേപോലെ തന്നെ വളരെ കുറച്ച് നോയ്സുള്ള അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ -15 വരെ മൂവ് ചെയ്യാം. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സെറ്റിങ്ങിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സോ അതുകൊണ്ട് സെറ്റിങ്ങിലെ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം സ്റ്റോപ്പ് റെക്കോർഡിംഗ് അമർത്തിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നിങ്ങളുടെ വോയിസിൽ വേരിയേഷൻ ഉണ്ട് എന്നുള്ളതും എത്രത്തോളം നോയ്സ് വരുന്നുണ്ട് എന്നുള്ളതും. സോ ഒരു ഐഡിയൽ സെറ്റിംഗ് എന്നുള്ള രീതിയിൽ വി ക്യാൻ സേ നോയ്സ് സപ്രഷൻ -20 ഡെസിബിൾ. നോയ്സ് ഗേറ്റ് എങ്ങനെയാണോ വരുന്നത് ലെറ്റ് ഇറ്റ് ബി ആസ് ഇറ്റ് ഈസ്. സോ ക്ലോസ് ത്രഷോൾഡ് -32, ഓപ്പൺ ത്രഷോൾഡ് -26. കംപ്രസറും എങ്ങനെയാണോ ഡിഫോൾട്ടായി വരുന്നത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഗെയിൻ ഈ ബാറിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. ഒരു ജനറൽ റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ ആൻഡ് റെഡിൻ്റെ ബോർഡറിലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ യൂഷ്വലി വരേണ്ടത്. അതിൽ കൂടുതൽ വരാൻ പാടില്ല, അതിൽ വളരെ കുറവും വരാൻ പാടില്ല. സോ അതിനനുസരിച്ച് നമുക്കിത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കംപ്രസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് അമർത്താം. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ ക്ലിക്ക് ഹിയർ, ഇറ്റ് വിൽ ബി ആക്ടിവേറ്റഡ്. ഇങ്ങനെ നമുക്ക് ഓരോ ഫീച്ചറും ഫിൽറ്ററും ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അതിനുശേഷം യു ക്യാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആൻഡ് ദെൻ പ്ലേ ദാറ്റ് വീഡിയോ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ 4 ഫിൽറ്ററും ഉപയോഗിക്കണം ആൻഡ് യൂസ് ഇറ്റ് വിത്ത് ദീസ് പെർട്ടിക്കുലർ വാല്യൂസ്. ആൻഡ് ഫൈനലി നമ്മൾ എവിടെയാണോ ടാർഗറ്റ് ലൊക്കേഷൻ കൊടുത്തത് അവിടെ ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. സോ എൻ്റെ സിസ്റ്റത്തിൽ കൊടുത്ത ലൊക്കേഷൻ ഇതാണ്. ഈ സെക്കൻഡ് ഫയലാണ് നമ്മൾ പുതിയതായിട്ട് റെക്കോർഡ് ചെയ്തത് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത സമയത്ത്.
and if you play that, start recording. നമ്മൾ സെറ്റിംഗ്സ് മാറ്റുന്ന സമയത്ത് വന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോയ്സ് കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ നോയ്സ് സപ്രഷൻ. ഇനി ഫിൽറ്ററിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ യു ക്യാൻ സി നമ്മൾ ഈ സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത സമയത്ത് നമ്മുടെ മൈക്ക് ഒന്ന് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും തന്നെ ക്യാപ്ചർ ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മൾ ഫിൽറ്ററൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നോയ്സ് സപ്രഷൻ ആൻഡ് നോയ്സ് ഗേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു സ്ലൈറ്റ് നോയ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഇവിടെ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. സോ ഇത് ഫിൽറ്റർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ ഏരിയ കാണില്ല, ബിക്കോസ് നോയ്സ് നമ്മൾ റിമൂവ് ചെയ്യാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യേണ്ടതും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് ഓഡിയോ ക്വാളിറ്റി കൂട്ടേണ്ടത്. സോ നമ്മൾ OBS സ്റ്റുഡിയോ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതും കണ്ടു. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.